ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. അപ്പോൾ തുടർന്ന് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇന്ന് കുറച്ച് ചെടികളൊക്കെ നടാനായിട്ട് പോവുകയാണേ. ഇതേ നമ്മൾ പനിനീർ ചാമ്പയാണേ ഇത്. അപ്പോൾ കുഴിയെടുത്ത് അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും ചാരവും ചേർത്തിട്ട് നമ്മൾ നടാൻ പോവുകയാണേ. അപ്പോൾ അതിൻ്റെ വേരിൻ്റെ അവിടെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി മാറ്റണം. കാര്യം പുതിയ വേരൊക്കെ ഒന്ന് ഓടണം. നമ്മൾ ഗ്രോ ബാഗിനകത്താണല്ലോ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് മണ്ണെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ നടാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അത് നട്ട് കഴിഞ്ഞു. അത് പനിനീർ ചാമ്പയാണ് നട്ടത്. ഇനി നമ്മൾ നടാനായിട്ട് പോകുന്നത് ആര്യവേപ്പാണേ. അപ്പോൾ നേരത്തെ ഒരു പ്രാവശ്യം ഇവിടെ വെച്ചിട്ടുണ്ട്, പക്ഷേ അത് ഉണങ്ങിപ്പോയി. അപ്പോൾ ഈ പ്രാവശ്യം വീണ്ടും ഒരു വട്ടം കൂടെ നമ്മളതൊന്ന് നട്ട് നോക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ അതിനും നമ്മൾ ഈ കുഴിയെടുത്തിട്ട് ചാണകപ്പൊടിയും ചാരവും ചേർത്തിട്ടാണ് നടുന്നത്. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് കൊടുക്കണം. ഇതിൻ്റെ നമ്മൾ ചോട്ടിൽ നിന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി മാറ്റി വേരൊക്കെ ഒന്ന് നിലത്തോടാൻ പാകത്തിനാക്കി കൊടുക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ പുളിയുണ്ടേ, നമ്മുടെ തോട്ടുപുളി. അപ്പോൾ അതൊരു പ്രാവശ്യം ഞങ്ങളിവിടെ മേടിച്ച് നട്ട് വെച്ചു. പക്ഷേ അത് മരമൊക്കെ വെട്ടുന്ന സമയത്ത് അവർ ശ്രദ്ധിച്ചില്ല, അതങ്ങനെ പോയി. അത് ഒരുമാതിരി അത് കായ്ക്കുന്ന പരുവമായതായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മളതൊന്ന് വാങ്ങിച്ച് വെക്കുകയാണ്. അപ്പോൾ അവിടുത്തെ മരങ്ങളൊക്കെ കുറേ വെട്ടിയത് കൊണ്ട് ഇനിയിപ്പോൾ ധൈര്യമായിട്ടെല്ലാം മേടിച്ച് വെക്കാമല്ലോ. അപ്പം ഞാനിത് മണ്ണിളക്കുന്നതിനിടയ്ക്ക് ഉണ്ടായിരുന്ന ഇലയെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയി. ഞാനതാ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തോട്ടുപുളിയാണേ, അതും നമ്മൾ കുഴിയിൽ ഉണക്ക ചാണകപ്പൊടിയും ചാരവും കൂടി ചേർത്താണ് നടുന്നത്. 2 തോട്ടുപുളി വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ അതൊന്ന് ഇവിടെ നടുവാണേ. അപ്പോൾ അതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് വളരുന്ന അനുസരിച്ച് ഞാനിതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ അറിയിക്കാൻ, കിളിച്ചോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമ്മളൊരു ഞാവലിൻ്റെ മരമാണ് നടുന്നത്. ഈ ഞാവലെന്ന് പറഞ്ഞാൽ വളരെ നൊസ്റ്റാൾജിയ ആയിട്ടുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലൊക്കെ ഈ ഞാവലിൻ്റെ വലിയൊരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നടന്നു വീഴുന്ന കായൊക്കെ പെറുക്കാനായിട്ട് ഇങ്ങനെ ഫ്രീ ടൈമിലൊക്കെ കിട്ടുമ്പോൾ പോകുമായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഞാനിവിടെ ഒരു ഞാവൽ മേടിച്ച് വെച്ചു. അത് എത്രത്തോളം വലുതാകും എന്നൊന്നും എനിക്കിപ്പോൾ യാതൊരു പ്രതീക്ഷയില്ല. പിന്നെ കുറേ ബഡ് ചെയ്തതായതുകൊണ്ട് കുറച്ച് കട്ട് ചെയ്ത് നിർത്താം എന്നൊക്കെ വിചാരിച്ച് ഞാൻ നടുവാണേ. അപ്പോൾ അത് നമ്മൾ ചാണകപ്പൊടിയും ചാരവും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് നട്ടിട്ടുണ്ട്. ഇനി ഒരു ചാമ്പയും കൂടെ, നോർമൽ ഒരു ചാമ്പയും കൂടെ നടുന്നുണ്ടേ. നമ്മൾ ആദ്യം നട്ടത് പനിനീർ ചാമ്പയായിരുന്നു. ഇത് സാധാരണ ഒരു നോർമൽ ചാമ്പ. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, വീട് പണി സമയത്തൊക്കെ അത് വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ ചാമ്പയൊന്നും ഇല്ല. അപ്പോൾ നമ്മളതൊരു ചാമ്പയും കൂടെ വാങ്ങിച്ച് വെച്ചതാണ്. നമ്മളന്ന് ഒരു ചെടി ഒക്കെ വില കുറച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതായിരുന്നു. നമ്മളത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നട്ടത്. അപ്പോൾ ഇരുന്ന് കുറേയൊക്കെ ഇലയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നതന്നെ ഉള്ളൂ. അപ്പോൾ നട്ടാൽ നനയ്ക്കണമെന്നാണല്ലോ ചൊല്ല്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.